കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന രാജ്യാന്തര അവയവ കച്ചവട കേസിൽ എറണാകുളം ജില്ലയിലെ ആശുപത്രികളും നിരീക്ഷണത്തിൽ. വിദേശികളെ അവയവം മാറ്റിവെക്കാൻ കൊച്ചിയിൽ എത്തിച്ചതായി പിടിയിലായ മുഖ്യ ഏജന്റ് ബല്ലം രാമപ്രസാദ് കൊണ്ട മൊഴി നൽകി. അവയവ കൈമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ശക്തമാക്കും. വിവരങ്ങൾ സഹിൻ ആന്റണി നൽകും കൊച്ചിയിൽ നിന്ന്. സഹിൻ, എത്തരത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ? അതായത് നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവയവ കൈമാറ്റ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പോലീസിന് നിർണായകമായ മറ്റു ചില വിവരങ്ങൾ കൂടി ലഭിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ സംസ്ഥാനത്തേക്ക് വിദേശികളെ കൊണ്ടുവന്ന ഇത്തരത്തിൽ അവയവ കൈമാറ്റം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവയവം സ്വീകരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ആന്ധ്ര സ്വദേശി ബല്ലം രാമപ്രസാദ് ഗുണ്ടയാണ് ഇത്തരത്തിലുള്ള ഒരു മൊഴി നൽകിയിരിക്കുന്നത്. 11 വിദേശികളെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി അവർ അവയവം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് തീർത്തും നിയമവിരുദ്ധമായിട്ടാണ് നടന്നിരിക്കുന്നത്. പിൻവാതിലിലൂടെ നടന്ന ഇത്തരം ശസ്ത്രക്രിയകളെക്കുറിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എറണാകുളത്തെ ഏതാനും ചില സ്വകാര്യ ആശുപത്രികളും നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആശുപത്രികളുടെ പേര് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. മറ്റൊന്നുമല്ല, ഇത് സംബന്ധിച്ചുള്ള അയാളുടെ മൊഴി സംബന്ധിച്ചുള്ള ഒരു പകർപ്പ് കയ്യിലേക്ക് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഈ ആശുപത്രികളുടെ പേര് ഇപ്പോൾ പറയാതിരിക്കുന്നത്. എന്തായാലും പോലീസിന് ഈ ആശുപത്രികളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിരിക്കുന്നു. 11 വിദേശികളെ നമ്മുടെ നാട്ടിലേക്ക് പിൻവാതിലിലൂടെ എത്തിക്കുകയും ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. 2357 പേരാണ് ഇപ്പോഴും അവയവ മാറ്റത്തിനായി കാത്തിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് 11 പേരുടെ ശസ്ത്രക്രിയ യാതൊരു നിയമവും പരിശോധിക്കാതെ, അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കാതെ നടത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. രാമപ്രസാദ് ഗുണ്ട നൽകിയിരിക്കുന്ന വിവരമനുസരിച്ച് കൂടുതൽ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഏജന്റുമാർ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇറാനിലുള്ള ഇപ്പോൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മധു എന്ന ആളെ കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. ഇയാളെ കൊച്ചിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതിലേക്കുള്ള കൂടുതൽ കണ്ണികളെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസ് വെച്ച് പുലർത്തുന്നത്. ആതിര, സഹിനി, അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിദേശികളെ എത്തിച്ച് അവയവം മാറ്റിവെക്കാൻ കൊച്ചിയിൽ എത്തിച്ചു എന്നൊക്കെയുള്ളത് വളരെ ഗുരുതരമായ ഒരു കണ്ടെത്തലാണ്. മറ്റെന്തൊക്കെയാണ് ഈ രാമപ്രസാദ് കൊണ്ടയുടെ മൊഴിയിലുള്ളത് സഹിൻ? അതായത് ആതിര, കൊച്ചിയിലെ 4 സ്വകാര്യ ആശുപത്രികളിലാണ് ഇത്തരത്തിലുള്ള അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നിരിക്കുന്നത്. വിദേശികളെ നിയമം ഒന്നും തന്നെ പാലിക്കാതെ കൊച്ചിയിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിൻവാതിലിലൂടെയുള്ള ശസ്ത്രക്രിയകളാണ് പൂർണ്ണമായും നടത്തിയിരിക്കുന്നത്. ഈ വിദേശികൾ അവിടെ, അതായത് ഏത് ആശുപത്രിയിലാണോ ഈ വിദേശികളെ അഡ്മിറ്റ് ചെയ്യുന്നത്, അവരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടുകയില്ല. ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം ഇവർ പൂർണ്ണമായും ഭേദമായ ശേഷമാണ് നാടുവിടുന്നത്. വലിയ തുക ഏജന്റുമാർ ഇതിന് സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 11 ശസ്ത്രക്രിയകൾ ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ വിദേശികളെ നാട്ടിലേക്ക് എത്തിച്ചതിനെക്കുറിച്ചുള്ള വിവരമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നും ആളുകളെ കൊണ്ടുപോയി മറ്റ് രാജ്യങ്ങളിലെത്തിച്ച് അവയവങ്ങൾ തട്ടിയെടുത്തിരുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല, അതിലും ഗുരുതരമായ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൊച്ചി കേന്ദ്രീകരിച്ചും വലിയ അവയവ റാക്കറ്റുള്ളതായി കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം ഇത്തരം വാർത്തകൾ പുറത്തുവിട്ടതാണ്. ഇതിൽ തുടർച്ചയായിട്ട് തന്നെ ഇതിനെയും കാണേണ്ടി വരും. കാരണം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദേശികളെ നാട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് അവയവം സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അവയവം നൽകുന്ന ഒരു ശസ്ത്രക്രിയ ഏർപ്പാടുകൾ കൂടി നമ്മുടെ നാട്ടിൽ നടന്നിരുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിൽ പിൻവാതിലിലൂടെ ഇത്തരം ശസ്ത്രക്രിയകളെല്ലാം നടക്കുമ്പോൾ 2352 പേരോളം ഇപ്പോഴും ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുകയാണ് നിയമപരമായി നടത്തുന്നതിന് വേണ്ടി. ഇതിനിടയിലാണ് മറ്റൊരു രീതിയിൽ ഇത്തരം ശസ്ത്രക്രിയകളെല്ലാം നടന്നു പോകുന്നത് എന്നുകൂടി ഗുരുതരമായ കുറ്റങ്ങൾ, അല്ലെങ്കിൽ ഗുരുതരമായ കാര്യങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആതിര, സഹിനി, മൊഴിപ്പകർപ്പ് ലഭ്യമായാൽ മാത്രമേ ഏതൊക്കെ ആശുപത്രികളെ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം എന്ന് മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് അല്ലേ? തീർച്ചയായിട്ടും അതിര. കാരണം ഈ ആശുപത്രികളുടെ പേര് നമ്മൾക്കിപ്പോൾ അറിയാം, പക്ഷെ അത് ആധികാരികമായ ഒരു രേഖയില്ലാതെ ആ പേരുകൾ പറയുന്നത് തെറ്റായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പേരുകൾ പറയാതിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബല്ലം രാമപ്രസാദ് ഗുണ്ടയുടെ മൊഴിപ്പകർപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ആശുപത്രികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾക്ക് കൈമാറാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ആശുപത്രികൾ ഏതായിരുന്നു, എത്ര ആശുപത്രികളിൽ എത്ര ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചെല്ലാം ഈ വിവരങ്ങൾ കൈമാറാൻ കഴിയുമാതിര. കൊച്ചി അവയവക്കടത്തുമായി ബന്ധപ്പെട്ട
വാർത്തയിൽ നിർണായകമായ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. വിദേശികളെ അടക്കം എത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അവയവ കൈമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ശക്തമാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.